ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാർസിസ്റ്റുകളോട് ചില കാര്യത്തിൽ സത്യം ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പെട്ടു എന്നർത്ഥം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ബന്ധത്തിലായി, അതായത് കല്യാണം കഴിഞ്ഞു. എന്നാൽ നിങ്ങളുടെ പഴയകാല അനുഭവങ്ങൾ, പ്രണയമോ മറ്റോ, അതൊരിക്കലും നാർസിസ്റ്റിനോട് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യഘട്ടത്തിൽ നല്ല രീതിയിലെടുക്കും. അവർ പറയും അത് പ്രശ്നമില്ല, സ്വാഭാവികമാണെന്നൊക്കെ പറയും. എന്നാൽ പിന്നീട് അവരത് ആയുധമായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ പാടില്ല. പറഞ്ഞാൽ പിന്നെ നിങ്ങൾ കുടുങ്ങിയ തന്നെ. എല്ലാ ഘട്ടത്തിലും ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും ഇതെടുത്തിടും. അതായത് ഈ പാസ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ അളക്കുക. മാത്രവുമല്ല, നമുക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഗിൽറ്റ് ട്രിപ്പൊക്കെ ചെയ്യും, കുറ്റബോധം ഉണ്ടാക്കും, കൺഫ്യൂഷൻ ഉണ്ടാക്കും, പലതും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ പഴയ ബന്ധം പറയാൻ പാടില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെപ്പറ്റി നാർസിസ്റ്റിനോട് പറയാൻ പാടില്ല. നിങ്ങൾക്ക് എത്ര ഏണിങ്സ് ഉണ്ട്, നിങ്ങൾക്ക് എത്ര സ്വർണ്ണമുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ഒന്നും പറയാൻ പാടില്ല. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പോലും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാലോ, മിക്ക നാർസിസ്റ്റിനും സാമ്പത്തികം ഒരു കണ്ണാണ്. അതായത് അവർ പ്രത്യേകം ഊന്നൽ നൽകുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വിക്ടിമിൻ്റെ സാമ്പത്തികം അവർക്ക് പേടി ഉണ്ടാക്കുന്ന, ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം വിക്ടിമിന് പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ, സ്വർണം ഉണ്ടായിക്കഴിഞ്ഞാൽ, മറ്റ് സ്വത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരത് ഉപയോഗിച്ചിട്ട് ഫ്രീഡം നേടും എന്ന ഒരു പേടി അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ മാക്സിമം ആ സ്വർണമോ പൈസയോ എല്ലാം തീർക്കാനുള്ള ശ്രമം ആദ്യം തന്നെ നടത്തും. അപ്പോൾ അക്കാരണം കൊണ്ട് തന്നെ നമ്മളുടെ കയ്യിലുള്ള ഒന്നും അവരറിയരുത്. അറിഞ്ഞാൽ പിന്നീട് നിങ്ങളതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ വരില്ല. അങ്ങനെയുള്ള സാഹചര്യമായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ മാതാപിതാക്കളായിട്ടോ അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സുമായിട്ടോ കുടുംബമായിട്ടോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇവരോട് പറയാൻ പാടില്ല. അതായത് നമ്മുടെ വീട്ടിലുള്ള കുറ്റങ്ങളും കുറവുകളും നമ്മൾ ആരോട് പറയാൻ പാടില്ല? നാർസിസ്റ്റിനോട് പറയാൻ പാടില്ല. ആരാണോ നാർസിസ്റ്റ് അവരോട് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ആദ്യം പറഞ്ഞ സംഭവം തന്നെയാണ് നടക്കാം. അത് വെച്ചിട്ട് അവർ കളിക്കും. നിൻ്റെ വീട്ടിലെ വളർത്തു ദോഷം ഇങ്ങനെയല്ലേ, നിൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെയല്ലേ, അങ്ങനെ പറഞ്ഞ് പലപ്പോഴും അത് വെച്ച് കളിക്കും. നമ്മൾ പറയുന്നത് ഇവരുടെ ഇഷ്ടം കൊണ്ടായിരിക്കും. പ്രത്യേകിച്ച് വൾണറബിളായ മോശമായ കാര്യങ്ങളും നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പറയും. അപ്പോൾ ഇവർ സ്നേഹം കാണിക്കുന്ന, ലവ് ബോംബിങ് കാണിക്കുന്ന സമയത്ത് എല്ലാം തുറന്നു പറയും. പക്ഷേ പിന്നീടാണ് മനസ്സിലാവുക, ഇതൊരു വലിയ പണിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൻ്റെയോ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയോ നമ്മുടെ സുഹൃത്തുക്കളുടെയോ എന്തെങ്കിലും മോശമായ കാര്യങ്ങളോ നെഗറ്റീവായ കാര്യങ്ങളോ ഒന്നും ഇവരോട് പറയാൻ പാടില്ല. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നാർസിസ്റ്റ് പല രീതിയിലും നമ്മളോട് പെരുമാറും. വൈകാരികമായിട്ട് നമ്മളെ ഷൗട്ട് ചെയ്യും, കുറ്റപ്പെടുത്തും, പലതും ചെയ്യും. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അവരത് ആവർത്തിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് സത്യം പറയരുത്. നമുക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താണോ അത് പറയരുത്. നമുക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുക അത് തുറന്ന് പറയരുത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, എവിടെ തൊട്ടാൽ കൊള്ളുന്നുണ്ട് എന്ന് അവർ കൃത്യമായി പഠിക്കും. അവിടെ തന്നെ വീണ്ടും വീണ്ടും തൊടും. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് ഒട്ടും പറയരുത്. എന്നെ ഇത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല, ഞാനൊരു കൂളായിട്ടാണ് എടുക്കുന്നത്, എന്നെ ഒരു എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന രീതിയിലായിരിക്കണം നിങ്ങളെ പെരുമാറ്റം. നിങ്ങളുടെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ നിങ്ങളുടെ സത്യം അവർക്ക് കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ അതും അവസരമായിട്ട് പരിഗണിക്കും. മാത്രവുമല്ല, നിങ്ങൾ കോൾഡാണ്, തണുപ്പാണ്, ഇതൊന്നും നിങ്ങളെ ഏൽക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അത്തരം ഗിമ്മിക്കുകളിൽ നിന്ന് അവർ പിന്മാറും. അത്തരം ഏർപ്പാടുകൾ കുറക്കാണ്ട് നിവൃത്തിയില്ലാത്ത അവസ്ഥ വരും. പക്ഷേ ഇത് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒന്നും ചെയ്താൽ പോരാ. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് എപ്പോഴും വഴക്കുണ്ടാകുമ്പോഴും എപ്പോഴും ഫൈറ്റ് ഉണ്ടാകുമ്പോഴും ഒക്കെ നിങ്ങൾ ഈ രീതിയിൽ പെരുമാറി ഇതൊന്നും എന്നെ ഏൽക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ആക്കണം. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടാവും. ഞാൻ പറയുന്നത്, നിങ്ങൾ ബാത്റൂമിലോ മറ്റോ പോയിട്ട് കരഞ്ഞോ, നിങ്ങൾ മനസ്സിലാക്കുന്നവരോട് ഷെയർ ചെയ്തോ. എന്നിരുന്നാലും ഇവർക്ക് മുമ്പിൽ കാണരുത്, ഇവരെ കാണിക്കുകയും ചെയ്യരുത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിക്ടിമിന് നാർസിസ്റ്റിനോട് എപ്പോഴും ഒരു അടുപ്പമുണ്ടാവും, ഒരു ട്രോമ ബോണ്ടിങ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരെ വിട്ടു പോകാൻ ഇവർക്ക് സാധ്യമാവില്ല. ഇത് നന്നായിട്ട് ആർക്കറിയും? നാർസിസ്റ്റിനെ അറിയുകയും ചെയ്യും. നാർസിസ്റ്റ് മനസ്സിലാക്കും, ഇവൾ അല്ലെങ്കിൽ ഇവൻ എന്നെ വിട്ടിട്ട് പോകില്ല, എപ്പോഴും എൻ്റെ അടിമയായിട്ടുണ്ടാവും. ഈ ഒരു ധൈര്യമാണ് അവർ ചെയ്യുന്ന എല്ലാ തോന്നിയാസങ്ങളുടെയും പ്രധാനപ്പെട്ട ഹേതു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നേരെ തിരിച്ചായിരിക്കണം പെരുമാറുക. നിങ്ങളുടെ ഉള്ളിൽ അവരെ വിട്ടു പോകാൻ താല്പര്യമില്ലെങ്കിലും പുറത്ത് പറയേണ്ടത്, ഞാനിനി പോകും, എനിക്ക് പോയേ തീരും, ഇനി എന്നോട് ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ഞാൻ വിട്ടു നിൽക്കും. മാത്രവുമല്ല, ആ വിട്ടു നിൽക്കുന്നതായിട്ട് മിനിമം അഭിനയിക്കുകയെങ്കിലും വേണം. അതായത് അവർക്ക് ഫീൽ ചെയ്യണം, ഇവരെന്നെ വിട്ട് പോകും, ഉറപ്പായിട്ട് പോകും. ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ വേറെ നിവൃത്തിയില്ല, അവരകന്നു പോകുമെന്ന് ഒരു ഫീലിംഗ് ആർക്കുണ്ടാക്കണം? നാർസിസ്റ്റിന് ഉണ്ടാക്കണം.
യഥാർത്ഥത്തിൽ നിങ്ങൾ ഫീലിംഗ് അല്ല, ട്രോമ ബോണ്ടിങ് പൊളിക്കുകയാണ് വേണ്ടത്. ഇനി ട്രോമ ബോണ്ടിങ് പൊളിക്കാൻ പറ്റാത്തവരോടാണ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനൊരു ഫീലിംഗ് ഉണ്ടാക്കണം. എന്നോട് വല്ലാണ്ട് കളിച്ചു കഴിഞ്ഞാൽ ഒരു ബഹുമാനം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോകുമെന്ന ഒരു ശക്തമായൊരു മെസ്സേജ് അവർക്ക് പാസ് ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ പറഞ്ഞ 5 ഘട്ടങ്ങളിൽ നിങ്ങളുടെ യാഥാർത്ഥ്യം പറഞ്ഞാൽ, അതായത് നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ പറഞ്ഞാൽ, നിങ്ങളുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പെട്ടു എന്നർത്ഥം. അത് കാലാകാലമായിട്ട് നിങ്ങൾക്കെതിരെയുള്ള ആയുധമായിട്ട് അവർ ഉപയോഗിക്കും. അപ്പോൾ ഇത്തരം ഘട്ടത്തിൽ അവരോട് നിങ്ങളുടെ രഹസ്യങ്ങൾ പറയാതിരിക്കുക, ഇതാണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങും. വീണ്ടും കാണാം. നന്ദി.